ഹായ്, അപ്പോൾ സെക്ഷൻ എയിലെ 8 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബി ആണ്. ഓക്കെ, സെക്ഷൻ ബിയിലുള്ളത് 9ഉം 10ഉം 2 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ ബോക്സ് കണ്ടെയ്ൻസ് 12 വൈറ്റ് ബീഡ്സ് ആൻഡ് 8 ബ്ലാക്ക് ബീഡ്സ്. ഇഫ് എ ബീഡ് ഈസ് ടേക്കൺ ഫ്രം ദ ബോക്സ് വിത്തൗട്ട് ലുക്കിംഗ്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബീങ് എ വൈറ്റ് ബീഡ്? ഓക്കെ, അതേപോലെ തന്നെ ഹൗ മെനി വൈറ്റ് ബീഡ് ഷുഡ് ബി ആഡഡ് ടു ദ ബോക്സ് ടു മേക്ക് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ് ഈസ് 1/3. ഓക്കെ, അതായത് ഒരു ബോക്സിൽ നിന്നുണ്ട് 12 വൈറ്റ് ബീഡും ഉണ്ട്, 8 ബ്ലാക്ക് ബീഡും ഉണ്ട്. ഓക്കെ, ഇതാണ് 12 വൈറ്റ് ബീഡും 8 ബ്ലാക്ക് ബീഡും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര? ടോട്ടൽ നമുക്ക് 12ഉം 8ഉം 20 ബീഡ് ഉണ്ട്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരു മുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൈറ്റ് ബീഡ് ആവാനുള്ള സാധ്യത എത്രയുണ്ടാണ്? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതേറെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഇതിൽ സാധ്യത കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അനുകൂല സാധ്യതകളുടെ എണ്ണം ബൈ ആകെ സാധ്യതകളുടെ എണ്ണം, അല്ലെങ്കിൽ ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. അതാണ് നമ്മൾ എന്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം, അല്ലെങ്കിൽ അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത. ഓക്കെ, അപ്പൊ പറയാം നമുക്കിവിടെ വൈറ്റ് ബീഡാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുകൂല സാധ്യത എത്രയാണ്? 12 എന്നല്ലേ? കാരണം നമുക്ക് വൈറ്റ് വേണ്ടി, അതാണ് നമ്മൾ അനുകൂലമായിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താ നമുക്ക് വേണ്ടി? വൈറ്റ് അല്ലേ? അപ്പൊ W കിട്ടും. ഓക്കെ, 12 അനുകൂല സാധ്യത 12 ബൈ ആകെ സാധ്യത എത്രയാണ്? ടോട്ടൽ 20. ഓക്കെ, അപ്പൊ 12/20 ഇതിനെ എനിക്ക് ചെറുതാക്കിയാൽ ഞാൻ 2 കൊണ്ട് കട്ട് ചെയ്തു, 6/20 എന്നായി. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്തു, 6/10 എന്നായി. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്തു, 3/5 എന്നായി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സാധ്യത. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? അതിലൊരു 5 ബീഡ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 എണ്ണം എന്താവാനാണ് ചാൻസ്? വൈറ്റ് ആവാനാണ് ചാൻസ്. ഓക്കെ, അല്ലെങ്കിലോ 20 എണ്ണം എടുക്കുകയാണെങ്കിൽ 12 എണ്ണം വൈറ്റ്. അപ്പൊ നമ്മൾ ചെറുതാക്കി പറയുമ്പോൾ അങ്ങനെ പറയും 5 എണ്ണത്തിൽ 3 എണ്ണം വൈറ്റ് ആവാനാണ് ചാൻസ്. ഇതാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കുറച്ച് ട്രിക്കി ചോദ്യമാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി, ഓക്കെ, ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി എത്ര ആക്കണം, അല്ലെങ്കിൽ സാധ്യത എത്ര ആക്കണം? 1/3 ആക്കണം, അതായത് 3ൽ 1 ആക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്ര വൈറ്റ് കൂട്ടണം എന്ന് ചോദിക്കണം. ഓക്കെ, ബ്ലാക്ക് ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്യണം? വൈറ്റ് കൂട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി നോക്കാം. എങ്ങനെ ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി വരാം? കാരണം നമ്മുടെ അനുകൂല സാധ്യത എത്രയാണ്? 8. അപ്പോൾ 8 ആകെ സാധ്യത, അല്ലെങ്കിൽ ഫേവറബിൾ ഔട്ട്കം 8 ആണ്, ടോട്ടൽ ഔട്ട്കം 20 ആണ്. അപ്പൊ എനിക്ക് എന്തായി? 8/20. ഇത് ഞാൻ എന്താക്കി മാറ്റണം? 1/3 ഈക്വൽ ആക്കി മാറ്റണം. ഓക്കെ, അതായത് ഇവിടെ 3 ആണെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഇവിടെ, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ 3 ഭാഗം താഴെ വരണം. അങ്ങനെ ഒരു സംഭവമാക്കി ഇത് 8/20 ഞാൻ മാറ്റണം. പക്ഷെ ബ്ലാക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബ്ലാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം 8 എനിക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, പിന്നെ എനിക്ക് എന്ത് മാറ്റാം? ടോട്ടൽ മാറ്റാം. ടോട്ടൽ എങ്ങനെ മാറ്റാം? വൈറ്റിന്റെ എണ്ണം കൂട്ടിയിട്ട് പറയാം. ഇതിന്റെ 3 ഇരട്ടിയാവാൻ ഇവിടെ എത്ര വരണം? അല്ലേ, അതല്ലേ ഇതിന്റെ 3 ഇരട്ടിയല്ലേ ഇവിടെ വന്നുള്ളൂ. അപ്പൊ 8ന്റെ 3 ഇരട്ടിയാവാൻ ഇവിടെ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലെ? 8ഉം 8ഉം 16, 16ഉം 8ഉം 24. 3 ഇരട്ടിയാവാൻ എനിക്ക് 4 കൂട്ടണം. ആ 4 എന്ന് പറയുന്നത് നമ്മൾ എവിടെ കൂട്ടണം? അത് നമ്മൾ വൈറ്റിൽ കൂട്ടണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ആൻസർ ആയിട്ട് എന്താ എഴുതേണ്ടത്? വൈറ്റിന്റെ എണ്ണം 4 എണ്ണം കൂട്ടിയാലാണ് എനിക്ക് ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത 1/3 എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയാണ്. വി മസ്റ്റ് ആഡ് 4 വൈറ്റ് ബീഡ്സ് ഫോർ ഗെറ്റിംഗ് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ഈക്വൽ ടു 1/3. സിമ്പിൾ ആണ് ഈ ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം ചെയ്യാം. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതാ ചാപ്റ്റർ? The 8th term of an arithmetic sequence is 23 and 11th term is 27. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ്. അതേപോലെ തേർഡ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താ പറയുന്നത്? അപ്പൊ 8ാമത്തെ പദം അല്ലെങ്കിൽ 8th term എത്രയാണ് നമ്മളോട് പറഞ്ഞു? 23 ആണ് പറഞ്ഞു. ഓക്കെ, x8 എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് അറിയാലോ? 1, 2, 3, 4. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇത് അങ്ങനെ പോകും. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ആളെ വിളിക്കുന്നതാണ് ഫസ്റ്റ് ടേം, രണ്ടാമത്തെ ആളെ സെക്കൻഡ് ടേം, മൂന്നാമത്തെ ആളെ തേർഡ് ടേം. ഒന്നാമത്തെ ആളെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? x1, ഇത് x2, ഇത് x3. ഓക്കെ, ഇനിയിപ്പോൾ വേറെ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞാൽ 10, 12, 14, 16 എക്സെട്ര. ഇതിലെ കോമൺ ഡിഫറൻസ് എത്ര? ഇവിടുന്നുള്ള ഡിഫറൻസ് അത് 1 ആണ്. ഓക്കെ, ആ ഡിഫറൻസ് തന്നെ ഓടി ഉണ്ടാവും, അതൊന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉള്ളതോ 2 ആണ്. 2. ഇതാണ് ആരാണ് ഇതിന്റെ? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആണ്. ഇതിന് f1 അല്ലെങ്കിൽ x1 എന്ന് നമ്മൾ പറയും. ഇതെന്താണ്? x2 ആണ്. ഇതോ x3 ആണ്. ഓക്കെ, അങ്ങനെ ഇഷ്ടമുള്ള അത്ര ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞു 8ാം പദം 23. പിന്നെ അത് പറഞ്ഞിട്ടുള്ളത് 11th ടേം, അതായത് 11ാമത്തെ പദം എത്രയെന്ന് പറഞ്ഞു? 27 പറഞ്ഞു. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞത് ചോദിക്കണം
വാട്ട് ഈസ് ദ ഫിഫ്ത് ടേം. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ടേം എത്രയെന്ന് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ x8 നിന്ന് ഇങ്ങോട്ട് പോകാൻ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ടാവും? ഞാൻ നേരത്തെ പോലെ x1 നിന്ന് x2 പോകാൻ എത്ര കോമൺ ഡിഫറൻസ്? ഒരു കോമൺ ഡിഫറൻസ്. x2 നിന്ന് x3 പോകാൻ എത്ര കോമൺ ഡിഫറൻസ്? ഒരു കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ x1 നിന്ന് x3 പോകാൻ എത്ര കോമൺ ഡിഫറൻസ്? രണ്ടെണ്ണം. അത് x1 നിന്ന് x3 പോകാൻ രണ്ട് കോമൺ ഡിഫറൻസ്. x1 നിന്ന് x4 പോകാൻ മൂന്ന് കോമൺ ഡിഫറൻസ്. ആ ലോജിക്ക് നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ പറഞ്ഞാൽ x8 നിന്ന് x11 പോകാൻ എത്ര കോമൺ ഡിഫറൻസ് നമുക്ക് വേണ്ടി വരും? സിമ്പിൾ അല്ലേ, മൂന്നെണ്ണം. അപ്പൊ മൂന്ന് കോമൺ ഡിഫറൻസ്. ആ ഒരു ദൂരമല്ലേ ഇവിടെ നിന്നിട്ടുള്ളത്? എത്ര? 23 27. 23 27 എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് പറയാം? മൂന്ന് കോമൺ ഡിഫറൻസ് പറയുന്നത് 4 ആണ്. നമുക്ക് എന്ത് കിട്ടി? മൂന്ന് കോമൺ ഡിഫറൻസ് പറയുന്നത് 4 ആണെന്ന് കിട്ടി. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് എടുത്ത് എന്ത് കിട്ടും? 4/3 എന്ന് കിട്ടും. മനസ്സിലായി? അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് എടുക്കണമല്ലോ എന്നൊക്കെ നമുക്ക് ഇനി വഴിയെ മനസ്സിലാക്കാം. നമ്മളോട് എന്താ ചോദിക്കുന്നത്? അഞ്ചാമത്തെ ടേം ആണ്. ഇവിടെ നോക്കാം. ഇവിടെ അഞ്ചാമത്തെ ടേമിന്റെ അടുത്തുള്ള നമുക്ക് അറിയുന്ന ടേം ഏതോ? എട്ടാമത്തെ ടേമോ അല്ലെങ്കിൽ 11ാമത്തെ ടേമോ? ഓക്കെ, എട്ടാമത്തെ ടേമിന് ഞാൻ ചോദിക്കട്ടെ, എട്ടാമത്തെ ടേമിന് എത്ര കോമൺ ഡിഫറൻസ് കുറച്ചാലാണ് എനിക്ക് അഞ്ചാമത്തെ ടേം കിട്ടുക? അപ്പൊ എട്ടാമത്തെ ടേമിന് ഒരു കോമൺ ഡിഫറൻസ് കുറച്ചാൽ എനിക്ക് ഏഴാമത്തെ കിട്ടും. രണ്ടെണ്ണം കുറച്ചാൽ ആറാമത്തെ കിട്ടും. മൂന്നെണ്ണം കുറച്ചാൽ അഞ്ചെണ്ണം കിട്ടും. അപ്പൊ എത്ര കോമൺ ഡിഫറൻസ് ഞാൻ കൊടുക്കണം? മൂന്ന് കോമൺ ഡിഫറൻസ് കൊടുക്കണം. ഓക്കെ, ഈ മൂന്ന് കോമൺ ഡിഫറൻസിന്റെ വില എത്രയാണ് നിങ്ങൾക്ക് അറിയാം? 4 ആണെന്ന് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ x5 കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ അഞ്ചാമത്തെ പദം കണ്ടുപിടിക്കാം? x8 23 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 23 കൊടുത്തു. 23 മൈനസ് 3d എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ മൂന്ന് കോമൺ ഡിഫറൻസ് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരിക? x5 = 19 എന്ന് വരും. മനസ്സിലായോ? അപ്പോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയുമെന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അല്ല കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയുമെന്നല്ല ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? മൂന്ന് കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ 8 നിന്ന് എത്ര കോമൺ ഡിഫറൻസ് ഓർക്കണം? മൂന്ന് കോമൺ ഡിഫറൻസ് ഓർക്കണം. ആ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോന്നാണ് ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ 17th ടേം? അതായത് 17ാമത്തെ പദം എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കണക്ഷൻ നോക്കണം. നമുക്കിപ്പോ എന്തൊക്കെ അറിയാം? എട്ടാമത്തെ പദം അറിയാം, 11ാമത്തെ പദം അറിയാം, മൂന്ന് കോമൺ ഡിഫറൻസ് എത്രയെന്ന് അറിയാം, ഒരു കോമൺ ഡിഫറൻസ് എത്രയെന്ന് അറിയാം, അഞ്ചാമത്തെ പദം അറിയാം. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 17ാമത്തെ പദം കണ്ടുപിടിക്കണം. ഞാൻ ചോദിക്കട്ടെ, 17ന്റെ അടുത്ത് നമുക്ക് അറിയണ ആരാള്? 11 അല്ലേ? അപ്പൊ 17ാമത്തെ പദം കിട്ടാൻ 11ാമത്തെ പദത്തിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? നേരത്തെ നമ്മൾ കുറക്കുക ചെയ്ത്, കാരണം എന്താ ബാക്ക് പോയി. ഇനി നമ്മൾ കൂട്ടിയാലേ നമുക്ക് 17ാമത്തെ കിട്ടുള്ളൂ. അപ്പൊ 11ാമത്തെ പദത്തിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 6 കോമൺ ഡിഫറൻസ് കൂട്ടണം. ഓക്കെ, 11ാമത്തെ പദം എത്ര നിങ്ങൾക്ക് അറിയാലോ? 27 ആണ്. പ്ലസ് എനിക്ക് 6 കോമൺ ഡിഫറൻസ് എത്രയെന്ന് അറിയാം. പക്ഷെ എനിക്ക് എന്തറിയാം? 3 കോമൺ ഡിഫറൻസ് 4 ആണെന്ന് അറിയാം. ഞാൻ ചോദിക്കട്ടെ, മൂന്ന് ആപ്പിളിന് 4 രൂപയാണെന്നുണ്ടെങ്കിൽ 6 ആപ്പിളിന് എത്ര രൂപ? 8 രൂപ. അത് നമ്മുടെ കോമൺ സെൻസ് അല്ലേ? ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ 3 കോമൺ ഡിഫറൻസ് 4 ആണെന്നുണ്ടെങ്കിൽ 6 കോമൺ ഡിഫറൻസ് എത്ര ആവും? 8 ആവും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 27 + 8 35. അതാണ് ഇതിന്റെ എന്ത്? 17ാമത്തെ ടേം. അപ്പൊ എനിക്ക് എന്തും കിട്ടി? 17ാമത്തെ ടേം കിട്ടി. എത്രയാണ്? 35. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഇനി നമുക്ക് അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 25 ടേംസിന്റെ സം കണ്ടുപിടിക്കാനാണ്. 24 ടേമിന്റെ സം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാ കുട്ടികളും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് 2 ക്വസ്റ്റ്യന് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ചെറിയ ഡൗട്ട് ഒന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 24 ടേമിന്റെ സമ്മാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, 24 എന്ന് പറയുന്ന സംഖ്യ ഒറ്റ സംഖ്യയാണോ, ഇരട്ട സംഖ്യയാണോ, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണോ, ഈവൻ നമ്പർ ആണോ? ഓക്കെ, അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓഡ് നമ്പർ പദങ്ങളുടെ അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈവൻ നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 1 2 3 4 5. ഇതിൽ എത്ര ടേം ഉണ്ട്? 5 ടേം ഉണ്ട്, അല്ലെങ്കിൽ 5 പദങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരുണ്ടാവും? ഒരു മിഡിൽ ടേം ഉണ്ടാവും. മനസ്സിലായോ? ഇത് 6 പദമാണെങ്കിൽ ഇവിടെ മിഡിൽ ടേം ഉണ്ടാവും? ഇല്ല, ഉണ്ടാവില്ല. 5 പദമാണെങ്കിൽ ഈ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ മാത്രമാണ് ആരുണ്ടാവുള്ളൂ? മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അതായത് മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അപ്പൊ എന്തായാലും മിഡിൽ ടേം എത്രയാണ്? 3 × 5. എത്ര? നമ്പർ ഓഫ് ടേംസ് 5 ആണ്. എത്ര വരും? 15. ഇതിന്റെ സം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 15 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇത് ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ പ്രോപ്പർട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് 1 2 3 4 5 6. ഇതിനങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമ്മൾ നോക്കണം. ഇതിനുള്ള പ്രത്യേകത എന്ത്? നമുക്ക് ഇവരെന്താക്കാം? പെയേഴ്സ് ആക്കാം. അതായത് ഫസ്റ്റിലുള്ള ആളും ലാസ്റ്റിലുള്ള ആളും എന്ത് ചെയ്യാം? പെയർ ആക്കാം. 1ഉം 6ഉം കൂട്ടി എത്രയാണ്? 7 ആണ്. 2ഉം 5ഉം കൂട്ടി എത്രയാണ്? 7 ആണ്. 3ഉം 4ഉം കൂട്ടി എത്രയാണ്? 7 ആണ്. അപ്പൊ എനിക്ക് എന്ത് വരാം? ഇവിടെ 7 സം വരുന്ന എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ സം എത്ര വരാം? 3 × 7 എത്ര? 21. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി 24 ടേമിന്റെ സമ്മാനം ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരൊക്കെ പേരാക്കേണ്ടി വരും? അതായത് 1ാമത്തെ ടേം ഉണ്ട്, 2ാമത്തെ ടേം ഉണ്ട്, 3ാമത്തെ ടേം ഉണ്ട്, എക്സെട്ര. അപ്പുറത്താറുണ്ട് 23ാമത്തെ ടേം ഉണ്ട്,
24ാമത്തെ ടേം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ആരൊക്കെ പേരാക്കാം? x1ഉം x24 ഇതിനെ എനിക്ക് പേരാക്കാം. അതേപോലെ x2ഉം x23 x3ഉം x22. പക്ഷെ ഈ പേരിന്റെ ഒക്കെ സം ഈക്വൽ അല്ലേ വരിക? അതായത് ഇതിന്റെ സമ്മും ആദ്യം നമുക്ക് ഏത് കിട്ടിയ പോലെ ഇതിന്റെ സമ്മൊക്കെ എന്താ വരിക? ഈക്വൽ ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? x1ഉം x24ഉം കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ നോക്കണം, എനിക്ക് x5 അറിയാം, x5 അറിയാം, 3 കോമൺ ഡിഫറൻസ് അറിയാം. ഓക്കെ, x5 അറിയാം, 3 കോമൺ ഡിഫറൻസ് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x5ന്ന് 3 കോമൺ ഡിഫറൻസ് കുറച്ച് എനിക്ക് ആരെ കിട്ടാൻ പോകും? x5ന്ന് 3 കോമൺ ഡിഫറൻസ് ഞാൻ കുറച്ചു. അപ്പൊ എനിക്ക് ആരെ കിട്ടുക? x2 ആണ് കിട്ടുക. മനസ്സിലായോ? അപ്പൊ എനിക്ക് x1 കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് x5ന്ന് 4 കോമൺ ഡിഫറൻസ് കുറച്ച് എനിക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ അതെന്താവും? ഫ്രാക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? x5ന്ന് 3 കോമൺ ഡിഫറൻസ് അതായത് 4 കുറച്ചു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? x5 എത്രയാണ്? 19 മൈനസ് 3 കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? x2 കിട്ടും. ഓക്കെ, 19 മൈനസ് 4 എത്ര? 15. അപ്പൊ എന്റെ x2 എത്രയാണ്? എനിക്ക് x2 എത്ര കിട്ടി? 15 ആണെന്ന് കിട്ടി. ഓക്കെ, എനിക്ക് x2 കിട്ടി. ഇനി അപ്പുറത്തെ എനിക്ക് ആരെ കിട്ടിയാൽ മതി? x23നെ കിട്ടിയാൽ മതി. പറയാം, x23 നമുക്ക് എങ്ങനെ പിടിക്കാം? എന്റെ അടുത്തുള്ള നമുക്ക് അറിയാലോ, x17 അറിയാലോ. കാരണം x17ന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് x23 കിട്ടുക? 3 കൂട്ടിയാൽ x20 ആയി, പിന്നെ 3 കൂട്ടിയാൽ x23 ആയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് x23 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? x17ന്റെ കൂടെ 6 കോമൺ ഡിഫറൻസ് കൂട്ടിയായി. എത്ര x17? x17 എന്ന് പറയുന്നത് 35 ആണ്. 6 കോമൺ ഡിഫറൻസ് പറയുന്നത് നമുക്ക് കിട്ടിയാലോ, 3 കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ 6 കോമൺ ഡിഫറൻസ് 8 ആണ്. അപ്പൊ എത്ര വരും? 35 പ്ലസ് 8 43 വരും. ഓക്കെ, അപ്പൊ എനിക്ക് x23 കിട്ടി, 43 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു പെയറിന്റെ സമ്മ്, അതായത് x2ഉം x23 കൂടെയാണ് പെയറാവുക. അതിന്റെ സമ്മ് എനിക്ക് എത്ര കിട്ടുക? 15 പ്ലസ് 43 എത്ര വരിക? 58 വരും. അങ്ങനെയാണെങ്കിൽ x1ഉം x24 കൂട്ടിയാലും എനിക്ക് എത്ര കിട്ടുക? 58 ആണ് കിട്ടുക. ഇതിൽ ഏത് പേരെടുത്ത് കൂട്ടിയാലും എനിക്ക് എന്താ കിട്ടുക? 58 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ? ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? ഒരു പെയറിന്റെ സമ്മ് കിട്ടി. ഒരു പെയറിന്റെ സമ്മിന് നമുക്ക് എത്ര കിട്ടി? 58 ആണ് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര പേരുണ്ടാവും? 12 പേരുണ്ടാവും. 12 ഇൻറ്റു 58 ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി ഇത് തന്നെയാണ്. അതായത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റിലെ നമ്പറും ലാസ്റ്റിലെ നമ്പറുമായിട്ട് പെയറാക്കാം, രണ്ടാമത്തെ നമ്പറും സെക്കൻഡ് ലാസ്റ്റിലെ നമ്പറുമായിട്ട് പെയറാക്കാം. ഈ പെയറിന്റെ ഒക്കെ സമ്മ എന്താ വരിക? ഈക്വൽ ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെപ്പോ മാത്രം നമ്മൾ പെയറാക്കിയിട്ട് സമ്മ കാണാം? നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിലോ ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ മിഡിൽ ടേം ഉണ്ടാവും. അപ്പൊ മിഡിൽ ടേമിന്റെ നമ്പർ ഓഫ് ടേം ചെയ്താലാണ് നമുക്ക് സമ്മ കിട്ടുക. ഈവൻ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ 6 ടേം ഉണ്ടെങ്കിൽ അതിൽ ഇവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. 7 ടേം ആണെങ്കിൽ ഇവൻ നമ്പർ ഓഫ് ടേംസ് അല്ല. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. ഫസ്റ്റ് ലാലി, ലാസ്റ്റ് ലാലി, സെക്കൻഡ് ലാലി, സെക്കൻഡ് ലാസ്റ്റ് ലാലി, തേർഡ് ലാലി, തേർഡ് ലാസ്റ്റ് ലാലി. ഇവരെ നമ്മൾ പെയർ ചെയ്യുക. അതൊക്കെ സമ്മ ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ എത്ര പെയറുണ്ടോ അതേ ഇൻറ്റു സം ഓഫ് 1 പെയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവരും സെൽഫ് ആയിട്ടൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സെക്ഷൻ സി ചെയ്യാം. ഓക്കെ, ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്?